Hi guys, welcome to Jane's OET Hub. Hope you all are fine. Today, let's see how we can achieve good score in OET reading subtest. റീഡിംഗ് സബ്ടെസ്റ്റിൽ എങ്ങനെ നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ സ്കോർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് അറിഞ്ഞിരുന്നേ പറ്റൂ. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. Before proceeding to our video, let me remind you regarding our OET online classes. Those who wish to join our online classes, please call or WhatsApp on the given number. If you would like to get more OET videos, please subscribe my channel and hit the bell icon next to it, so that when I release the video, you can get the notification and you can watch it. If you like the video, please click the thumbs up button and feel free to put a comment. Now let's move on to our topic. Reading subtest has divided into 3 parts: Part A, Part B and Part C. Now let's see the time limit for reading subtest. For Part A, it is given 15 minutes. After 15 minutes, your answer booklet as well as question booklet will be collected and you won't get any extra time in order to check your answers. ഇത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു എക്സ്ട്രാ ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. പാർട്ട് എയിൽ 15 മിനിറ്റ്സ് തരും. ആ 15 മിനിറ്റ്സിൽ യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ ആൻസേഴ്സ്. The timing for reading Part B and C is combined. You have 45 minutes to complete both parts. In total, it will be 60 minutes. Today's video, we will be discussing only Part A. First, let's see the structure of Part A. In Part A, you can see 4 texts: Text A, Text B, Text C and Text D. This will be like short paragraphs. Majority of the cases, it will be related to a disease condition. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ടെക്സ്റ്റ് എയിൽ നമ്മൾ ഡിസീസ് കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ഫ്രാക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ആയിരിക്കാം ടെക്സ്റ്റ് എയിൽ പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ടെക്സ്റ്റ് ബിയിൽ അതിൻ്റെ മാനേജ്മെൻ്റ് ആയിരിക്കാം. ടെക്സ്റ്റ് സിയിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, ടെക്സ്റ്റ് ഡിയിൽ ഡിസ്ചാർജ് പ്ലാൻ. ഈ രീതിയിലുള്ള 4 പാരഗ്രാഫ്സ് ഉണ്ടാകും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പാർട്ട് എയിൽ ഉണ്ടാവുക. Now let's see how many questions will be there in Part A. There are 20 questions in Part A. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. Question number 1 to 7 will be matching questions. 8 to 14 will be short answer questions. And 15 to 20 will be gap filling questions or sentence completion questions. ആദ്യം നമുക്ക് എന്താണ് മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. മാച്ചിങ് ക്വസ്റ്റ്യൻ മീൻസ് you need to find out which text the given information belongs to. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് നമ്പർ 1 ആയിട്ട് ഒരു ഇൻഫർമേഷൻ തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ ഏത് ടെക്സ്റ്റിലാണുള്ളത്, വെദർ ഇറ്റ് ഈസ് ഇൻ ടെക്സ്റ്റ് എ ഓർ ടെക്സ്റ്റ് ബി ഓർ ടെക്സ്റ്റ് സി ഓർ ടെക്സ്റ്റ് ഡി. സപ്പോസ് ആ ഇൻഫർമേഷൻ ടെക്സ്റ്റ് സിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സി എന്ന് മാത്രം ആ ആൻസർ എഴുതേണ്ട പ്ലേസിൽ എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 അടുത്ത പീസ് ഓഫ് ഇൻഫർമേഷനാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ഇൻഫർമേഷൻ ഏത് ടെക്സ്റ്റിലാണ് ഉള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഡിയിലാണെങ്കിൽ ഡി എന്ന് മാത്രം നമ്മൾ ആ സ്പേസിൽ ആൻസർ എഴുതേണ്ട സ്പേസിൽ എഴുതി വെക്കുക. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Now let's see the next type of question, that is short answer questions. In this type of question, you need to answer with a word or short phrase. Your answer
may include words, numbers or both. നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നമ്പർ 8 to 14 ആണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ആൻസർ നിങ്ങൾ ഈ തന്നിട്ടുള്ള 4 ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഈ ക്വസ്റ്റ്യൻ്റെ താഴെ നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ള സ്പേസ് അവർ തന്നിട്ടുണ്ട്, അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ആൻസേഴ്സ് ഏത് ടൈപ്പാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒരു വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കാം. ചില കേസസിൽ ആ വേർഡ്സിൻ്റെ കൂടെ നമ്പേഴ്സും കാണാം. ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നാലാണ് അത് കൂടുതൽ മനസ്സിലാവുക. വാട്ട് ഷുഡ് ബി യൂസ് ടു എലിവേറ്റ് എ പേഷ്യൻസ് ഫ്രാക്ചേർഡ് ലെഗ്? ഒരു പേഷ്യൻറ്റിൻ്റെ ഫ്രാക്ചേർഡ് ലെഗ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So the answer according to your text is pillow. അപ്പോൾ ആ പില്ലോ എന്നുള്ള ആൻസർ മാത്രം നമ്മൾ എടുത്ത് ഈ ആൻസർ എഴുതേണ്ട സ്പേസിലോട്ട് എഴുതി വെക്കും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. What is the maximum dose of morphine per kilo of a patient's weight that can be given using the intramuscular route? സോ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു മെഡിസിൻ്റെ ഡോസാണ്. അവിടെ ഉറപ്പായിട്ടും അതൊരു ഡിജിറ്റ് ആയിരിക്കും, നമ്പർ ആയിരിക്കും. പക്ഷേ നമ്പർ മാത്രം പോരാ, അതിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റും കൂടി എഴുതണം. അപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു നമ്പറും വരും, ഒരു വേർഡും വരും. സോ ദ ആൻസർ അക്കോർഡിംഗ് ടു ദ ഗിവൺ ടെക്സ്റ്റ് ഈസ് 0.2 milligram. സോ ഇവിടെ കോമ്പിനേഷൻ ഓഫ് നമ്പർ ആൻഡ് വേർഡാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, ചിലപ്പോൾ വേർഡ് ആൻസറായിട്ട് വരും, ചിലപ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആൻസറായിട്ട് വരും, ചിലപ്പോൾ നമ്പേഴ്സ് മാത്രം ആൻസറായിട്ട് വരും, ചിലപ്പോൾ നമ്പേഴ്സ് ആൻഡ് വേർഡ്സ് ആൻസറായിട്ട് വരും. ഇതാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് തേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദാറ്റ് ഈസ് സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ്. What you have to do is you need to complete the sentence by using a word or phrase. Fill in the blanks question ആണ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ തരും, അതിനകത്തൊരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും. അപ്പോൾ ആ ബ്ലാങ്ക് സ്പേസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ നിങ്ങൾ ഈ 4 ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇതിലെ ആൻസേഴ്സും ഒരു വേർഡോ ഫ്രേസോ നമ്പേഴ്സോ ഒക്കെ ആവാം. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്, മറ്റിടത്ത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് പാർട്ട് എയുടെ ക്വസ്റ്റ്യൻ ടൈപ്സ്. ഒന്നുകൂടി നോക്കാം. പാർട്ട് എയിൽ 4 ടെക്സ്റ്റ് ആണുള്ളത്. ഈ 4 ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് കിട്ടും. 20 ക്വസ്റ്റ്യൻസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാച്ചിങ് ക്വസ്റ്റ്യൻസ് ആണ്. മാച്ചിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ തരും, ആ ഇൻഫർമേഷൻ ഏത് ടെക്സ്റ്റിലാണോ ഉള്ളത് ആ ടെക്സ്റ്റ് ഏതാണോ എന്ന് വെച്ചാൽ അത് ആൻസറായിട്ട് എടുത്തെഴുതുക. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഫൈനലി സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ്. ഇതാണ് പാർട്ട് എയുടെ ബേസിക് സ്ട്രക്ചർ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ നമ്മുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാം, അതിനുള്ള ടിപ്സാണ് അറിയേണ്ടത്. സോ നമുക്കതെന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ അറിയേണ്ടത് ഇവിടുത്തെ ചലഞ്ച് എന്താണെന്ന്. ടൈമിംഗ് ആണ് ഇവിടുത്തെ ചലഞ്ച്. ബിക്കോസ് നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി അവർ തന്നേക്കുന്ന ടൈം ഓൺലി 15 minutes. ദാറ്റ് മീൻസ് ഹാർഡ്ലി യു വിൽ ഗെറ്റ് 45 seconds ടു ആൻസർ 1 question. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് വൺ, ഫോക്കസ് ഓൺ എക്സ്പെഡീഷ്യസ് റീഡിംഗ്. സോ വാട്ട് ഈസ് എക്സ്പെഡീഷ്യസ് റീഡിംഗ്? എക്സ്പെഡീഷ്യസ് റീഡിംഗ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് റീഡിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ടൈം ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഡീപ്പ് റീഡിങ്ങിനുള്ള സമയമില്ല. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കണ്ണോടിച്ച് വായിക്കുക. അങ്ങനെ വായിക്കാനുള്ള മെത്തേഡ്സാണ് ഞാൻ ഇനി അടുത്ത് പറയുന്നത്. ഫസ്റ്റ് റീഡ് ദ ഹെഡിങ് ഓഫ് ഫസ്റ്റ് ലൈൻ ഓഫ് ഈച്ച് പാരഗ്രാഫ് ക്വിക്ക്ലി. സോ എല്ലാത്തിനകത്തും ഹെഡിങ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഹെഡിങ് ഉണ്ടെങ്കിൽ ആദ്യം ഹെഡിങ് ഒന്ന് വായിച്ച് പോവുക.
ഇനി ഹെഡിങ് ഇല്ലാത്ത പാരഗ്രാഫ്സ് ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് വായിക്കുക. അപ്പോൾ ആ ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ തന്നെ ഈ പാരഗ്രാഫ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ലൈൻ വായിക്കാൻ പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അണ്ടർസ്റ്റാൻഡ് ദ ജനറൽ ഐഡിയ. നമ്മൾ ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ് തപ്പി പോവണ്ട പാർട്ട് എയിൽ, ബിക്കോസ് നമുക്ക് സമയമില്ല. ആൻഡ് ഡോണ്ട് ഗോ ഫോർ ഡീറ്റെയിൽഡ് റീഡിങ്. ഇങ്ങനെ റീഡ് ചെയ്യുന്നതിനെയാണ് എക്സ്പെഡീഷ്യസ് റീഡിങ് അല്ലെങ്കിൽ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മെത്തേഡാണ് നമ്മൾ പാർട്ട് എയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എക്സാക്ട്ലി വാട്ട് യു റീഡ്. That means copy exactly what is there in the text and remember to write exact spelling. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യനിലും തേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനിലും നമ്മൾ വേർഡ്സ് അല്ലെങ്കിൽ ആൻസേഴ്സ് എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്തെഴുതുമ്പോൾ ഒരു രീതിയിൽ നമ്മൾ റീവേർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണോ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന വേർഡ് ആ സെയിം വേർഡ് കോപ്പി ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. Another point is regarding your spelling. When you write the answers, your spelling should be 100% correct. If you make any mistake in your spelling, the answer will be considered as wrong one. So നമ്മുടെ ഒരു കെയർലെസ്നെസ് കൊണ്ട് ഒരു സ്പെല്ലിംഗ് എറർ നമ്മൾ വരുത്തിയാൽ നമ്മുടെ കംപ്ലീറ്റ് ആൻസറും അവിടെ റോങ് ആയിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കുക, അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. Now let's see some important general instructions. The first one is average time to answer a question is 45 seconds. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് ഒരു ആൻസർ ചെയ്യാൻ വേണ്ടി മാക്സിമം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ 45 seconds ആണ്. The second point is spend 1 minute at the beginning in order to read the title, subtitles, footnote, etc. നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ 15 minutes ആദ്യത്തെ 1 minute ഈ ഹെഡിങ് വായിക്കാൻ വേണ്ടി എടുക്കുക. ഹെഡിങ് വായിക്കാം, സബ് ഹെഡിങ് നോക്കാം, ഫുട് നോട്ട്സ് അല്ലെങ്കിൽ ടേബിൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. The next point is do not spend more than 30 seconds to search an answer. ഇതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു ആൻസർ കിട്ടുന്നില്ല എങ്കിൽ അവിടെ പാനിക് ആവേണ്ട ഒരു കാര്യമില്ല. നമുക്കത് ഒരു മാക്സിമം 30 seconds നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം ഒരു ക്വസ്റ്റ്യന് വേണ്ടി. കിട്ടുന്നില്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ കുറേ സമയം അങ്ങ് സ്പെൻഡ് ചെയ്യും. എന്തിന്? ഈ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സമയം കടന്നു പോകുന്നത് നമ്മൾ അറിയത്തില്ല. പക്ഷേ ചിലപ്പോൾ ആ ലാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയം തികയാതെ വരും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് വേണ്ടി മാക്സിമം സ്പെൻഡ് ചെയ്യാവുന്ന ടൈം എന്ന് പറഞ്ഞാൽ 30 seconds ആണ്. സോ കീപ് ദിസ് വൺ ഇൻ മൈൻഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് എ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പ്രാക്ടീസ്. നമ്മുടെ എത്രമാത്രം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവോ അത്രമാത്രം നിങ്ങൾക്ക് ഈസി ആയിരിക്കും റീഡിങ് സബ് ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, റെഗുലർ റീഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് വൺ ഈസ് ഡോണ്ട് ലിമിറ്റ് യുവർ റീഡിങ് ഓൺലി വിത്ത് യുവർ മെറ്റീരിയൽസ്. ഈ 2 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം മാക്സിമം മെഡിക്കൽ ജേർണൽസ് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടാവും, ആ മെറ്റീരിയൽസിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യരുത്. കിട്ടുന്ന എല്ലാ മെഡിക്കൽ ജേർണൽസും വായിക്കുക. അതിന് വേണ്ടിയിട്ട് OET തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ജേർണൽസ് ഉണ്ട്. ഞാനത് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ABC ഹെൽത്ത് ന്യൂസ് ലെറ്റർ. Next one, New England Journal of Medicine. Third one, Science Magazine for the American.
4th one British Medical Journal, 5th one Medical Journal of Australia, and OMICS International. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് ഇതും കൂടി നിങ്ങളുടെ മെറ്റീരിയൽസിൻ്റെ കൂടെ വായിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് റീഡിംഗ് പാർട്ട് എ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റീഡിംഗ് പാർട്ട് ബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. Thank you so much for all your support.